ഫ്രണ്ട്സ്, എല്ലാവർക്കും F4 ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു പെന്നിൻ്റെ കൂട് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇതുപോലുള്ള ഒരു കീ ചെയിൻ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊരു ഇതുപോലുള്ളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു പെന്ന് വേണം. പിന്നെ നമുക്കൊരു പേപ്പർ ക്ലിപ്പ് വേണം. പിന്നെ ഇതൊക്കെ ഒട്ടിച്ചെടുക്കാനായിട്ട് പശ, ഇപ്പോൾ സൂപ്പർ ഗ്ലൂ ആയാലും മതി, ഏത് പശ പെട്ടെന്ന് ഒട്ടിയെടുക്കുന്ന ഏതെങ്കിലും പശ മതി. പിന്നെ ക്രിസ്റ്റൽ ബോളാണ് ആ വെള്ളത്തിലിട്ട വീർത്ത് വരുന്നത്. അപ്പം അതിനൊരു ചെറിയൊരു പാക്കറ്റിന് 5 രൂപ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ പെന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് പെന്ന് മുറിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് പെന്നിലൊരു ഹുക്ക് പിടിപ്പിക്കണം, നമുക്ക് ചാവിനിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ടോപ്പിൻ്റെ മേലത്തെ ഒരു ഭാഗം നമുക്ക് ഊരിയെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ പേപ്പർ ക്ലിപ്പിനെ നിവർത്തിയെടുക്കുക. അതിനുശേഷം ആ കമ്പി ഇതുപോലുള്ള റൗണ്ട് ഷേപ്പിലുള്ള പിന്നിൽ ചുറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് പേപ്പർ ക്ലിപ്പ് തന്നെ വേണമെന്നില്ല, ജസ്റ്റ് കെട്ടുകമ്പി ആയാലും മതി. പേപ്പർ ക്ലിപ്പ് ആകുമ്പോൾ അങ്ങനത്തെ പേപ്പർ ക്ലിപ്പ് ആകുമ്പോൾ അതിൻ്റെ മേലെ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് ഉണ്ട്, അതാണ് ഇത് യൂസ് ചെയ്തത്. ഇതാകുമ്പോൾ ഒന്നുകൂടി ഭംഗിയുണ്ടാവും. അതിനുശേഷം നമുക്ക് കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിരിച്ചെടുക്കാം, നല്ല ടൈറ്റായി കിട്ടും. ഉണ്ടാക്കിയെടുത്ത ഹുക്ക് നമുക്ക് ആ ചാർജറിൽ നിന്ന് ഊരാം. ഇത് നമ്മളെ നേരത്തെ ഊരി വെച്ച പെന്നിൻ്റെ ആ ഒരു ഹെഡുമായിട്ടാണ് ഒട്ടിക്കണത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കണത്. അപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാം. ഇനി നിങ്ങൾ എടുക്കുന്ന പെന്നിൻ്റെ ഹെഡിൽ ഇതുപോലൊരു ഹോളില്ല എന്നുണ്ടെങ്കിൽ സൂചി വെച്ചിട്ട് സൂചി ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കിയെടുത്താൽ മതി. അതിൽ വെച്ചിട്ട് ഗ്ലൂ ചെയ്താൽ മതി. ടോപ്പിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച പെന്നിൻ്റെ ആ കൂടുമായിട്ട് ഇനി ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് നേരത്തെ ഹുക്ക് പിടിപ്പിച്ച ആ ടോപ്പിൻ്റെ ആ ഒരു ഭാഗം ഒട്ടിച്ചെടുക്കണം. അത് ഓൾറെഡി എന്തായാലും ടൈറ്റ് ആയിരിക്കും. നമുക്ക് കീ ചെയിനിന് അതിമൊന്ന് ഊരിപ്പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയും പശ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കണത്. ഇനി പെന്നിൻ്റെ കൂടിൽ നമുക്ക് വെള്ളം നിറയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലെ മൂടി ഊരി എടുക്കുക.
എന്നിട്ടൊരു ഈർക്കിൾ കഷ്ണം അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം വെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈർക്കിൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ ശരിക്കും വെള്ളം ഇറങ്ങുള്ളൂ. ഇതിലിനി ഈർക്കിലൊന്നും ഇല്ലാണ്ട് വെറുതെ വെള്ളം ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരിക്കലും വെള്ളം ഇറങ്ങില്ല. കാരണം ആ പെണ്ണിൻ്റെ കൂടിൽ എയർ ഉണ്ടാവും. വെള്ളം ഒഴിക്കുമ്പോൾ ആ എയർ ഉള്ളത് കൊണ്ട് വെള്ളം അതിന് മേലെ തങ്ങി നിൽക്കുള്ളൂ. അതുപോലെ ഈർക്കിൽ വെച്ചിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുമ്പോൾ അതിലേക്ക് സിമ്പിളായിട്ട് വെള്ളം ഇറങ്ങും. അതിനാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആ ക്രിസ്റ്റൽ ബോൾ ഓരോന്നായി ഇടുകയാണ് ചെയ്യേണ്ടത്. ഇതിലേക്ക് ആ ക്രിസ്റ്റൽ ബോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ബോൾ ഓരോന്നായിട്ട് ഇടുക. അത് മാത്രമല്ല ആദ്യത്തെ ബോൾ ശരിക്കും വീർത്തതിന് ശേഷം അടുത്ത ബോൾ ഇടുക. ചിലപ്പോൾ ബോൾ ഇടുമ്പോൾ ഇതിൻ്റെ മേലെ തങ്ങി നിൽക്കും. അപ്പോൾ ഒരു ഈർക്കിലിട്ടിട്ട് തട്ടി കൊടുത്താൽ അത് നേരെ വെള്ളത്തേക്ക് ഇറങ്ങും. അതിൻ്റെ ഒറ്റ അടിത്തട്ട് വരെ പോയിരിക്കും. പിന്നെ ഓരോ ബോളും ശരിക്കും വീർത്തതിന് ശേഷം അടുത്ത ബോൾ ഇടുക. അപ്പോൾ വീഡിയോയിൽ അത് പെട്ടെന്ന് ഇടുന്നത് പോലെ തോന്നും. പക്ഷേ ഇതിൻ്റെ ഇടയിലുള്ള ഭാഗം ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ അത് പെട്ടെന്ന് ഇടുന്നതല്ല. അപ്പോൾ ബോളിലൊക്കെ വ്യത്യാസം തന്നെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ അത് കുറച്ചൊക്കെ വീർത്തതിന് ശേഷം മാത്രമേ അടുത്തത് ഇടുന്നതുള്ളൂ. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് അങ്ങനെ ചെയ്യുക. ഇതുപോലെ ഓരോന്നും ഫില്ല് ചെയ്ത ശേഷം നമുക്കത് നേരത്തെ ഊരി വെച്ച ആ ടോപ്പ് ഇടാണ് ചെയ്യേണ്ടത്. ആ ടോപ്പ് നമ്മളിപ്പോൾ തന്നെ ഒട്ടിച്ചെടുക്കുന്നില്ല. അപ്പം അത് അതിൻ്റെ ഉള്ളിലെ ബോള് നല്ല രീതിയിൽ വീർത്തതിന് ശേഷം മാത്രമേ നമ്മളത് ഒട്ടിച്ചെടുക്കണുള്ളൂ. അപ്പം അതിനായിട്ട് കുറച്ച് ടൈം കൊടുക്കുക. പിന്നെ അതിനായിട്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പ് ഊരിയിട്ട് ലേശം കൂടി വെള്ളം ഈർക്കിലധികം ഇറക്കി വെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈർക്കിലൊന്ന് ഇളക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ ശരിക്കും വെള്ളം ഇറങ്ങുള്ളൂ. ആ ബോള് വീർത്ത് വരാനായിട്ട് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതിൽ പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ടോപ്പ് ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ മതി. ഇതിലുള്ള ക്രിസ്റ്റൽ ബോള് ഫുള്ളായിട്ട് വീർത്തിട്ടില്ല. അത് വീർത്ത് വരാനുള്ള വെള്ളം അതിലുണ്ട്. കുറച്ച് ടൈം കഴിയുമ്പോഴേക്കും അത് ശരിക്കും വീർത്ത്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായി F4 Creation എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണ് പുതുതായി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതിലും നല്ലൊരു വീഡിയോയുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ഫാസിൽ പാച്ചു.